പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടിനേശുനായകൻ ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടിനേശുനായകൻ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ആത്മനാഥൻ കൂടെയുള്ളതാ ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. മൃഷ്ടഭോജ്യമേകിടുന്നവൻ ശത്രുവിന്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അരികിൽ കടന്നു വരുവാൻ ദൈവം നമുക്കൊരിക്കൽ കൂടി ഭാഗ്യം തന്നിരിക്കുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക ഭാഗ്യകരമായൊരു അനുഭവമാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമെന്ന് ഒലൂമലയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിലേക്ക് ജീവൻ്റെ വചനം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നമുക്കറിയാം, അന്ന് നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ വചനം 120 സംവത്സരം നോഹ പ്രസംഗിച്ചു. ഈ ഭൂമി നാശത്തിലേക്ക് പോകുന്നു, ജലപ്രളയത്താൽ നശിക്കുമെന്ന്, സകലവും ചത്ത് നാമാവശേഷമായി തീരുമെന്ന് നോഹ കൽപ്പിച്ചു. എങ്കിലും ജനം അത് വിശ്വസിച്ചില്ല. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പജനം, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, എങ്കിലും
യേശുക്രിസ്തു ക്രൂശിൽ ഒരുക്കിയതായ രക്ഷ അനുഭവിക്കുന്നവർ വളരെ വിരളമാണ്. ഇന്ന് ക്രൈസ്തവ ലോകം തന്നെ അനേകർ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യമാണ്. നാം പള്ളിയിൽ പോകുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, അനേക ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അനേകർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതായ ദുഃഖകരമായ സത്യം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ദിനംതോറും നമുക്ക് നൽകുന്നു, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാനസാന്തരം ഉണ്ടായേ പറ്റൂ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് കൃപയുടെ കാലയളവാണ്. ഇന്ന് വചനം സുലഭമായി നമുക്ക് ലഭിക്കുന്ന കാലയളവാണ്. എന്നാൽ ദൈവമക്കളെ, നാം ദൈവ വചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ ദിനംതോറും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയുണ്ടായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെയാണ്: ഒരു ശേഷിപ്പ് മടങ്ങി വരും, ശെയാർ യാശൂബ്, യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ശെയാർ യാശൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം, എബ്രായ പദത്തിൻ്റെ അർത്ഥം ശെയാർ ഒരു ശേഷിപ്പെന്നാണ്. യാശൂബ് മടങ്ങി വരും. ഒരു ശേഷിപ്പ് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശുവിനെ പറയുകയുണ്ടായി, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന്. ഒരു ശേഷിപ്പ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന്. യേശുക്രിസ്തു ക്രൂശിൽ ഒരുക്കിയ രക്ഷ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിച്ചുകൊണ്ട് പോകുന്നത് വളരെ വിരളമായ ഒരു അനുഭവമാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു ശേഷിപ്പ് മടങ്ങി വരും. യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് തൊട്ട് മുമ്പുള്ള വാക്യം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് ഒരു ശേഷിപ്പ്, യാക്കോബിൻ്റെ ശേഷിപ്പ് എന്നാണ് പറയുന്നത്. അഥവാ ഒരു രക്ഷിതഗണം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ട് രക്ഷ അനുഭവിക്കുന്ന ഒരു വിശുദ്ധ ഗണം ജീവനുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്ന്. ദൈവമക്കളെ, ഒരു മടങ്ങി വരവിൻ്റെ കാലയളവാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അന്ന് അശൂർ രാജാവിൻ്റെ, അസീറിയ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിലായിരുന്നു, അധിനിവേശത്തിലായിരുന്നു അന്ന് യഹൂദ ജനം വളരെ വേദനയിലായി. അന്ന് ജാതീയ ആചാരങ്ങൾക്ക് അനുസരിച്ച് യഹൂദന്മാരും ഇസ്രായേൽ ജനമെല്ലാം വിഗ്രഹാരാധനയിലായിപ്പോയി. തന്മൂലം ദൈവത്തിൻ്റെ ശിക്ഷ ജനത്തിൻ്റെ മേൽ വന്നു. ദൈവമക്കളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, പാപത്തിന് ശിക്ഷയുണ്ട്. പാപം ചെയ്ത ദേഹി മരിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല ശിക്ഷയുള്ള, നിത്യതയിലും ഇവിടെ ശിക്ഷയുണ്ട്. തുടർന്ന് നിത്യതയിലും പാപത്തിൻ്റെ ശിക്ഷയുണ്ട്. പാപത്തിന് ഈ ഭൂമിയിൽ വെച്ച് നാം പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി നിത്യനായ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വർഗരാജ്യം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ ജനത്തിന് ശിക്ഷ വന്നു എങ്കിലും ദൈവം ശിക്ഷിച്ച് തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവം സ്നേഹവാനാണ്. ദൈവം കരുണയുള്ള കർത്താവാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ജീവനുള്ള ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിച്ചു എങ്കിലും ദൈവം അവരെ എക്കാലത്തും തള്ളിക്കളയാതെ അവരെ സംരക്ഷിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വഴിവിട്ട് ഈ ലോകത്തിൻ്റെ പിന്നാലെ ജീവിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല തൻ്റെ പിന്നാലെ വരുന്നതായ ക്രൂശിലെ സ്നേഹം. ദൈവമക്കൾ, ഓരോ ദിവസവും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ദൈവവചനം വിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ വിട്ട് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ജനം. എന്നാൽ അതിൻ്റെ മധ്യേ ഒരു ശേഷിപ്പ്. യോഹന്നാൻ അപ്പോസ്തലൻ അന്ന് പത്മോസിൻ്റെ ദ്വീപിൽ കഴിഞ്ഞപ്പോൾ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ സർദീസിലെ സഭയ്ക്ക് ഉള്ളതായ ദൂതിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം: എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും
ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയുമെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര്, അനേക ജനം ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ, ഉടുപ്പ് എന്ന് പറയുന്നത് ജീവിത വസ്ത്രമാണ്. ജീവിതം വിശുദ്ധിയോടെ സംരക്ഷിക്കുന്ന ഒരു ന്യൂനപക്ഷം, ആ ഒരു ന്യൂനപക്ഷത്തിലേക്കാണ് സ്വർഗത്തിൽ ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ യോഗ്യന്മാരാകയാൽ, അവർ യോഗ്യന്മാരാണ്. എന്താണ് അവർക്ക് കിട്ടിയ ഭാഗ്യം? തങ്ങളുടെ വസ്ത്രം അവർക്ക് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കാനുള്ള മഹാവലിയ സൗഭാഗ്യം ജീവനുള്ള ദൈവം അവർക്ക് നൽകി. ഇന്നും ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വചനം തന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേര്, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയുമെന്നും. സർദീസിലെ സഭ അന്ന് 3-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ഇന്ന് ആത്മീയ രംഗത്ത് അനേകർ നല്ല ശുഷ്കാന്തിയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു, പക്ഷേ ആത്മാവിൽ ജീവനില്ല. പാപം മൂലം മനുഷ്യന്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി കിടക്കുന്നതായി ജനം. എന്നാൽ പ്രിയരേ, ക്രിസ്തുവിന്റെ വചനം അവർ കൈക്കൊള്ളുമ്പോൾ അവർക്കൊരു പുതിയ ജീവൻ കർത്താവ് നമുക്ക് നൽകുകയാണ്. യെശയ്യാപ്രവചനം 10-ാം അധ്യായം പറയുന്നത് മാനസാന്തരത്തിന്റെ ഒരു സന്ദേശമാണ്. മടങ്ങി വരിക, ദൈവത്തിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരിക. ഒരു മാനസാന്തരം, ഹൃദയത്തിന്റെ രൂപാന്തരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാപ്രവചനം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവിടെ യെശയ്യാ പ്രവാചകന്റെ മകന്റെ പേരാണ് ശെയാർ യാശൂബ്. മടങ്ങി വരിക, ഒരു ശേഷിപ്പ് മടങ്ങി വരും. അവിടെ തൻ്റെ സ്വന്തം മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുക്കിലേക്ക് യെശയ്യാ പ്രവാചകൻ ചെന്ന് പറയുകയാണ്, മടങ്ങി വരിക, ഒരു ശേഷിപ്പ് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അന്ന് പിതാവാൻ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഒരു ശേഷിപ്പ് മടങ്ങി വരും. യേശുക്രിസ്തുവിൽ കൂടെ ഒരു രക്ഷിത ഗണം, വീണ്ടെടുക്കപ്പെട്ട ജനം, യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ നീതീകരണം പ്രാപിച്ച ഒരു വിശുദ്ധ സന്തതി ദേശത്ത് ഉളവായി വരുമെന്ന്. വീണ്ടെടുക്കപ്പെട്ട ജനം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ജനം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകന് ഒരടയാളം ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിൽ കൂടെ ഒരു ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. മുദ്രയേറ്റ ഒരു വിശുദ്ധന്മാരുടെ നിര. അപ്പോസ്തലനായ യോഹന്നാൻ അത് പറയുന്നുണ്ട്. സകല ജാതികളിലും സകല വംശങ്ങളിലും സകല ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവരായി മുദ്രയേറ്റ വിശുദ്ധന്മാരുടെ വലിയൊരു ഗണം. അവർ കുഞ്ഞാടിനും സിംഹാസനത്തിനും മുൻപാകെ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു കാഴ്ച നാം അവിടെ കാണുകയാണ്. രക്ഷിക്കപ്പെട്ട ജനം, രക്ഷ അനുഭവിക്കുന്ന ജനം, അവർ ജീവനുള്ള ദൈവത്തെ നിത്യവും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്ന ഒരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്നും. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. ഇസ്രായേൽ ജനം വലിയ ജനസമുദ്രം. ഇസ്രായേൽ ജനം കടൽക്കരയിലെ മണൽത്തരി പോലെ അനേക ജനം വർദ്ധിച്ചു വരുന്നു എങ്കിലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ചിന്തിക്കേണ്ടതൊരു വിഷയമാണ്. ഞാൻ ആ ഒരു ശേഷിപ്പിലെത്തിയോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി തീർന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ പാപ വഴിയിലൂടെ യാത്ര പറഞ്ഞിട്ടുണ്ടോ? ഇന്നും രക്ഷിത ഗണത്തിൽ ചേരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിരന്തരമായി തീരുവാൻ എനിക്കിന്ന് സാധിച്ചിട്ടുണ്ടോ? റോമർക്കെതിരെ 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രാഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതിയെന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് പറയുന്നു.
ദൈവമക്കളെ, വാഗ്ദത്ത പ്രകാരം ജനിച്ചതായ ഒരു അനുഗ്രഹീതമായ പദവി, അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്ന ഒരു ഭാഗ്യകരമായ അനുഭവം, വചനത്താൽ രൂപാന്തരം പ്രാപിച്ച ഒരു അനുഭവം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന, വീണ്ടും ജനിച്ചതായ ഒരു അനുഭവം, യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്ന അനുഗ്രഹീതമായ അനുഭവം ഇത് പ്രാപിച്ചെടുക്കുക. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഒരു സന്തതിയെ ശേഷിപ്പിച്ചില്ല എങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു എന്നും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, 2020 അന്ന് വലിയ പ്രതിസന്ധി ആത്മീയ രംഗത്തെല്ലാം നടന്നപ്പോൾ ഞാനും നശിച്ചു പോകേണ്ട ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ കൃപയാൽ സോദോം അനേക ആളുകൾ നാശത്തിലേക്ക് പോയപ്പോൾ അതിൽ നിന്നെല്ലാം നിത്യനായ ദൈവം രക്ഷിച്ച് ഞങ്ങളെ കൃപയാൽ അതിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോന്നു. നശിക്കേണ്ട ഒരു ആത്മീയമായ അനുഭവം, നശിക്കേണ്ടതായ ഒരു രംഗത്തായിരുന്നു. എന്നാൽ കൃപയാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ അത്ഭുത സ്നേഹം നാശത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, നാം ഭാഗ്യശാലികളാണ്. അനേകർ വഴിയറിയാതെ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും പിന്നാലെ പോകുമ്പോൾ, അശുദ്ധിയുടെ പിന്നാലെ പോകുമ്പോൾ അതിലൊന്നിലും പെടാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷപ്രകാരം ഭൂമിയിൽ ജീവിക്കാൻ ഇടയായി തീരുവാൻ ഉള്ളതായ ഭാഗ്യം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആശ്വാസകരമായൊരു വചനമാണ്. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. യേശുക്രിസ്തു മുൻകണ്ടതായ മക്കൾ, നമ്മൾ ഓരോരുത്തരും ദൈവം മുൻകണ്ടു, നമ്മെ ദൈവം വിളിച്ചു, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവിടെ ഏലിയാവിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അന്ന് ഏലിയാവിൻ്റെ കാലത്ത് ജനമെല്ലാം വഷളത്വത്തിലേക്ക് പോയി. അശേരാ പ്രതിഷ്ഠകൾ, ബാൽ വിഗ്രഹത്തിൻ്റെ ആരാധനയിലേക്ക് ദൈവജനം വഴുതിപ്പോയി. എന്നാൽ അവിടെ ഏലിയാവ് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോടെ ഏലിയാവ് പ്രവാചകൻ വാദിക്കുമ്പോൾ ദൈവം അരുളി ചെയ്യുകയാണ്, അല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ, ദൈവമക്കളെ, ഒരു ശേഷിപ്പ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുകയാണ്, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു എന്ന്, ശേഷമുള്ളവരോ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു എന്നും. ദൈവമക്കളെ, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ, എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല, എൻ്റെ കഴിഞ്ഞ കാലം നോക്കിയിട്ടല്ല, ഞാൻ അധമ പാപിയായി ഈ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും പിന്നാലെ ജീവിച്ചപ്പോൾ ക്രൂശിലെ സ്നേഹം എന്നെയും തേടി വന്നു. എൻ്റെ കർത്താവ് എന്നെയും സ്നേഹിച്ചു. ക്രൂശിലെ രക്തത്തിൽ, യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകൽ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. യേശുവിനോട് ഒരു സമർപ്പണം പറയാനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു. യേശു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നു. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ കുടുംബം ഏറെ നിരാശപ്പെട്ടു പോയ കുടുംബമായിരുന്നു. സമാധാനമില്ലായിരുന്നു. കുടുംബത്തിൽ കലഹമായിരുന്നു, മദ്യപാനമുണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, സാമ്പത്തികമായി ഞെരുക്കമുണ്ടായിരുന്നു. എല്ലാ രീതിയിലും തകർന്നുപോയ ജീവിത സാഹചര്യമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. എന്നാൽ പ്രിയരെ, നിത്യനായ ദൈവം തൻ്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഈ പാവിയായ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ കുഞ്ഞുങ്ങളോടും കർത്താവ് മനസ്സലിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മനസ്സലിവുള്ള ദൈവമാണ്. ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ശയാർ യാശൂബ് വചനത്തിൽ നിലനിൽക്കണം. നാം ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള സമർപ്പണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് എങ്ങനെയാണ് ഒരു ശേഷിപ്പിനെ ദൈവം വെളിപ്പെടുത്തുന്നത്? അതൊരു സ്ക്രീനിങ് വഴിയാണ്. ഒരരിപ്പ, നമുക്കറിയാം, നമ്മുടെ സഹോദരിമാർ ഈ അരിപ്പൊടിയെല്ലാം അരിച്ചെടുക്കുമ്പോൾ അവിടെ രണ്ടായിട്ട് വേർതിരിക്കുന്നു എന്നതുപോലെ. ദൈവത്തിന് സ്തോത്രം. അന്ന് അസീറിയയുടെ ശിക്ഷയിലൂടെ, ദൈവ ജനത്തിന് വന്ന ശിക്ഷയിലൂടെ കപട വിശ്വാസികളെ ഇന്ന് വേർതിരിക്കുന്നതായൊരു കാലഘട്ടമാണ് അന്നും അതിന്നും. ദൈവത്തിന് സ്തോത്രം.
ഇന്ന് അനേകർ മനുഷ്യരെ തെറ്റിക്കുന്നവരുണ്ട്, വഞ്ചിക്കുന്നവരുണ്ട് സുവിശേഷത്തിൻ്റെ പേരിൽ തന്നെ. ദൈവമക്കളെ, നമ്മൾ കപട വിശ്വാസത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, അബദ്ധ ആചാരങ്ങളിലേക്ക്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പിലേക്ക് പോകുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. ഈ ഭൂമിയിലെ ജീവിതകാലം, വിലയേറിയ ജീവിതം, വിലപിടിപ്പുള്ള ജീവിതം നയിക്കുവാൻ നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? കർത്താവ് എന്തു പറഞ്ഞു? ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ് എന്നും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വഴി കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നത് ഭാഗ്യകരമായ ഒരനുഭവമാണ്. ക്രൂശിൻ്റെ വഴി അത് വിശുദ്ധിയുടെ വഴിയാണ്, അത് ജീവൻ്റെ വഴിയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വിശുദ്ധിയുടെ വഴി. ആ വഴിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, 37-ാം അധ്യായം അതിൻ്റെ 31 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹൂദ ഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും, ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിതഗണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ, ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു നഷ്ടം വരികയില്ല. അവൻ്റെ ജീവിതത്തിൽ കെടുതി വന്നാലും പ്രയാസം വന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വേരൂന്നി മീതെ ഫലം കായ്ക്കും. വിശ്വാസത്തിൽ വേരൂന്നി, സ്നേഹത്തിൽ വളർന്ന്, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അവന് സാധിക്കും. ഒരു ശേഷിപ്പായി നിന്നാൽ ദൈവമക്കളെ, ദൈവം നമ്മെ വളർത്തും. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് ദുഃഖമുണ്ട്, ഇന്ന് പ്രയാസമുണ്ട്, വേദനയുടെ വിഷയങ്ങളുണ്ട്. എന്നാൽ നാമും ഒരു ശേഷിപ്പായി നിൽക്കുക. ക്രിസ്തുവിനോടും ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ചേർന്ന് നിന്നാലും ദൈവം നമ്മെ വളർത്തും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. യെരമ്യാ പ്രവാചകൻ 23:3 പറയും, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും, അവരുടെ രാജാവ് അവർക്ക് മുമ്പായി നടക്കുമെന്നും. പ്രിയപ്പെട്ടവരെ, നമ്മെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ദൈവം, നാനാ ദേശങ്ങളിൽ ചിതറിപ്പോയ ജനം, ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോയ ജനം, ദൈവം അവരെ കൂട്ടിച്ചേർക്കുക മാത്രമല്ല, രാജാവ് അവർക്ക് മുമ്പായി നടക്കുമെന്നും. ജീവനുള്ള ദൈവം നമ്മെ വിളിച്ചു. തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമായി ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, ഞാൻ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കില്ല, ഭോഷ്ക് പറയില്ല, ചതുവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധി മാറ്റി ശത്രുക്കളെ നീക്കിക്കളഞ്ഞ്, യഹോവ നിന്റെ മധ്യ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല എന്നും. ദൈവമക്കളെ, താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ഹൃദയം, ഒരു വിനയമുള്ള ഹൃദയം, ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരു ഹൃദയമുള്ള ജനത്തെ ദൈവം ശേഷിപ്പിക്കുമെന്നും. ഞാൻ ഒന്നുമായില്ലല്ലോ കർത്താവ്, ഇന്നും കർത്താവെ തന്നെത്താൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞ് സൗമ്യതയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ വചനത്തുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്ന ജനത്തെ ദൈവം ശേഷിപ്പിക്കുമെന്നും. ദൈവത്തിന് സ്തോത്രം. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് അവരുടെ ന്യായവിധി മാറ്റി അവരുടെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞ് യഹോവ അവരുടെ മധ്യേ ഇരുന്നു കൊണ്ട് ഒരനർത്ഥവും ഭവിക്കാതെ വണ്ണം ദൈവം അവരെ നടത്തുമെന്നും. ദൈവമക്കളെ, ദൈവത്തോടും ദൈവജനത്തോടും ചേർന്നിരുന്നാൽ അത്യുന്നതന്റെ മാറിൽ വസിക്കുകയും സർവശക്തന് നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആ ഒരു മഹാവലിയ സൗഭാഗ്യം. എങ്ങനെയാണ് ഈ ശേഷിപ്പിനെ ദൈവം മടക്കി വരുത്തി അവർക്ക് ആ ഒരു അനുഗ്രഹീതമായ ഭാഗ്യകരമായ അനുഭവം ലഭിക്കുന്നത്? എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു,
സംഖ്യാപുസ്തകം 23:9 വാക്യം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന്. തനിച്ചു പാർക്കുന്ന ജനം, പാപത്തോട് വേർപാട് പാലിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളോട് ഇടകലർന്ന ജീവിതം നയിക്കാതെ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണമുള്ളത് ഒരു സമർപ്പണമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. സംഖ്യാപുസ്തകം 23:21 വാക്യം ഇങ്ങനെ പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല, ദൈവം അവരോടുകൂടി ഇരിക്കുമെന്ന്. രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല എന്ന്. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഒരു ശേഷിപ്പായി ക്രിസ്തുവിനോടുകൂടെ ദൈവജനത്തോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവിടെ യാക്കോബിൽ തിന്മ കാണുവാനില്ല, പാപത്തിന് കണികയേൽക്കാതെ ഭൂമിയിൽ ജീവിക്കാനിടയായി തീരുക, പാപത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ജീവിക്കാനിടയായി തീരുക. അങ്ങനെ ജീവിച്ചാൽ ബിലയാമിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിയവർ അവർ ശപിക്കുമായിരിക്കും, അവർ നമ്മെക്കുറിച്ച് പലതും പറയുമായിരിക്കാം. പക്ഷേ ഒരനർത്ഥവും വരാതെ വണ്ണം, ഒരു ശാപവും നമ്മെ തൊടാതെ വണ്ണം സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമ്മെ കാത്ത് നമ്മെ പരിപാലിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 24:17 വാക്യം ഇങ്ങനെ പറയുന്നു, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നേരെ നീട്ടിയിരിക്കുന്ന ചെങ്കോൽ, അത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ നേരെ നീട്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവെ, എനിക്ക് വേണ്ടി നീട്ടിയിരിക്കുന്ന ചെങ്കോല് എൻ്റെ പാപം നീക്കി എൻ്റെ മേൽ സ്വർഗീയ സ്നേഹം പകരുവാൻ ദൈവം പ്രസാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഭയപ്പെടേണ്ട, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം ദൈവരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും മാറ്റി നമ്മെ സമാധാനവും ആശ്വാസവും നൽകി നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവനുള്ള ദൈവം, ആ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ജീവിതം ഫലമേൽപ്പിക്കാം. കർത്താവെ, ഒരു ശേഷിപ്പായി ഈ തലമുറ ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. എന്നെ യേശു നോക്കുമ്പോൾ കർത്താവെ, പാപത്തിൻ്റെ കണികയേൽക്കാതെ ദുഷ്ടനായ പൈശാചികന്റെ യാതൊരു കണിയിലും പെടാതെ വണ്ണം കർത്താവെ, ഈ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഭാഗ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. ഓരോ ജനത്തെയും വചനം കേട്ട ഓരോരുത്തരെയും അവിടെ മറുപടിയായി അനുഗ്രഹിക്കണമേ, ക്രൂശിലെ സ്നേഹത്താൽ നിറയ്ക്കണമേ, എല്ലാ നന്മകളാലും അടിയങ്ങൾ അനുഗ്രഹിക്കണമേ, കൂട്ടായ്മ ഉള്ളംകരങ്ങൾ വഹിക്കണമേ. എല്ലാ മഹത്വവും കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരവല്ലുമാറാകണമേ. ആമീൻ.